ഹായ് ഡിയോസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമല്ല, അത്യാവശ്യം നമ്മളൊരു എനിക്കൊരു ഫങ്ഷൻ ഉണ്ടെന്ന് അതിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് എൻ്റെ ലെൻസ്, ഇത് സംഭവം എൻ്റെ പവർ ലെൻസാണ് കേട്ടോ. അതായത് എനിക്ക് കാഴ്ചക്കുറവുണ്ട്. റൈറ്റ് സൈഡിൽ നല്ല രീതിയിലുള്ള കാഴ്ചക്കുറവുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ചെറിയ രീതിയിലുള്ള കാഴ്ചക്കുറവുണ്ട്. അപ്പോൾ ഇത് പവർ ഞാൻ ചെയ്യിപ്പിച്ചാണ് കേട്ടോ. അതിൻ്റെ ലെൻസാണ്. പലരും ചോദിക്കാറുണ്ട്, ചേച്ചി ഇങ്ങനെ ലെൻസ് വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കമൻറ്റൊക്കെ വരാറുണ്ട്. വെക്കുന്നതിൻ്റെ റീസൺ ഇതാണ്, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, അതുകൊണ്ടിട്ടാണ്. എനിക്ക് ഫസ്റ്റ് ഡെലിവറി ടൈമിലാണ് കേട്ടോ കാഴ്ചക്കുറവുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. ഡെലിവറി കഴിഞ്ഞ സമയത്ത് കാശി ബേബി വന്നതിന് ശേഷമാണ് ഞാൻ പോയിട്ട് സ്പെക്സ് വെക്കുന്നത്. സ്പെക്സ് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഏജ് ഉള്ള പോലെ തോന്നിക്കും. അതുകൊണ്ട് ഞാൻ പവർ ലെൻസിലോട്ടായത്. ഇതെനിക്ക് കംഫർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് കേട്ടോ, എനിക്ക് ഓക്കെയാണ്. കയ്യിൽ എരി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ വാഷ് ചെയ്തിട്ടാണ് വെച്ചത്. ചെറിയൊരു തട്ടൽ അറിയാൻ പറ്റില്ല, ഇത് ലെൻസ് വെച്ചിട്ടുണ്ട് എന്ന് അറിയാത്ത രീതിയിലാണ്. അതായത് നമ്മൾ നോർമൽ ലെൻസ് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, നോർമൽ ലെൻസ് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ അറിയാൻ പറ്റുമല്ലോ, ഒരു വല്ലാണ്ടിരിക്കും. ഇതാകുമ്പോൾ പവർ ആയതുകൊണ്ടിട്ട് എൻ്റെ കണ്ണിൻ്റെ പവർ നോക്കിയിട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിട്ട് വലിയ രീതിയിൽ അറിയത്തില്ല. നമ്മൾ രണ്ട് കൈ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത്തിരി മുന്നെയാണ് ചോറ് കഴിച്ചത്. അയ്യോ, നമ്മുടെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞില്ല അല്ലേ? ഫംഗ്ഷൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ മാത്രമല്ലേ, അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ് എന്ന് പറയുന്നില്ല. അത് സ്റ്റേ ട്യൂൺ. എന്താണ് ഏതാണ് എന്നൊക്കെ കാത്തിരുന്നറിയാം. നമ്മുടെ ഫാമിലിയിൽ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് കേട്ടോ ഇപ്പോൾ. സത്യത്തിൽ എനിക്ക് ലെൻസ് വെക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാറില്ല. ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷമായിരിക്കും വെക്കാറുള്ളത്. ഇന്നിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഫങ്ഷനാണ് എന്ന്, അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, തിരക്കായിരുന്നു, കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല പുകച്ചിലുണ്ട്. സാധാരണ എനിക്ക് ഈ പുകച്ചിൽ വരുന്നതല്ല, ഞാൻ ഈ പറഞ്ഞ കണക്ക് കുളി കഴിഞ്ഞിട്ടായിരിക്കും ഉടനെ വെക്കുന്നത്. അതുകൊണ്ടിട്ട് പ്രശ്നമൊന്നും വരാത്തതാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും എൻ്റെ സ്കിൻ കെയറോ മേക്കപ്പോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ലെൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ചോറ് കഴിച്ചത്. കയ്യിൽ എരിവുണ്ടായിരുന്നു, ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്കിലും എരിവ് നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഇപ്പം മാറും. ടോണറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. നമ്മുടെ ജിൻസിങ് വാട്ടറാണ്, അതായത് എസൻസ് വാട്ടറാണ് കേട്ടോ യൂസ് ചെയ്തത്. ടോണറിന് പോലെ തന്നെയാണ് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് കാജൽ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കണ്ണിന് നല്ല നീറ്റിലുണ്ട്. മേ ബി ഈ എരിച്ചിൽ മാറിയാൽ മാത്രമേ കാജൽ എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഞാൻ കണ്ണ് എഴുതാറില്ല. ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈവനിങ് ആണ് കേട്ടോ ഫംഗ്ഷൻ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ നടന്നുകൊണ്ടിരിക്കുന്നു. കാശി ബേബി ഉറക്കമാണ്. ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് കാശിനെ ഉറക്കി കിടക്കും. ആ ഒരു ടൈമിൽ എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് താന്നിരിക്കുന്ന പോലെ തോന്നുന്നു. ഇത് നെയിൽ കോണാണ് കേട്ടോ. എനിക്ക് രണ്ട് കൈയിൽ നിറച്ച് നെയിലുണ്ടായിരുന്നു. ഇപ്പം കാശിയുടെ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിലിനൊക്കെ നല്ല കട്ടിയായിരുന്നു, നല്ല രീതിക്ക് വളർന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രഗ്നൻസിൻ്റെ ടൈമിലെന്ന് വെച്ചാൽ എല്ലാം പൊട്ടി പോവുകയാണ്. കാലിലായാലും കയ്യിലായാലും പൊട്ടി പോവുകയാണ്, ഒടിഞ്ഞൊടി പോവാണ്. പിന്നെ ഞാൻ വളർത്താനില്ല, കിളിച്ചു വരുന്നതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയും.
എനിക്ക് പിന്നെ ഒരു പേജിൽ നിന്ന് ഹെന്നയും അതുപോലെ നെയിൽ കോണും ഒക്കെ അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. നമുക്ക് നെയിൽ പോളിഷിന് ആവശ്യമില്ല. എനിക്കിഷ്ടമായി സംഭവം. ഈ ഡ്രസ്സല്ല കേട്ടോ ഞാൻ ഇടുന്നത്, അത് ഞാൻ ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഇട്ടുകൊണ്ട് നിന്നിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല, കുറച്ച് ടാസ്ക്കാണ്. ഇനി ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ പൗഡർ, ഞാൻ ബേബീൻ്റെ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബേബി പൗഡറാണ് യൂസ് ചെയ്യാറുള്ളത്. ഒരു ചേച്ചി ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ട്, അപ്പം മുന്നേയൊക്കെ വൈറ്റ് ടോൺ അല്ലായിരുന്നു യൂസ് ചെയ്യുന്നത്. അതേ, ഞാൻ വൈറ്റ് ടോൺ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാശി വരുന്നതിന് മുന്നേ വരെ. കാശി വന്നതിന് ശേഷം പിന്നെ വേറെ പൗഡർ മേടിക്കണ്ടല്ലോ. കാശിക്ക് എന്തായാലും പൗഡർ ഉണ്ട്, അതുകൊണ്ടിട്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ എന്താ പറയുക, നമ്മുടെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല. അതിപ്പോൾ ഫങ്ഷൻ ഉണ്ടെങ്കിലും നോർമൽ മേക്കപ്പ് ആയാലും ശരി തന്നെ, എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. സോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, മോയ്സ്ചറൈസർ ഇട്ട്. മഴയുണ്ട്, ഇടിയുണ്ട്. മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഇതുപോലെ ഞാനൊരു കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മോഡേൺ ഡ്രസ്സും അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ വൈബൊക്കെ തോന്നുന്ന നടക്കുന്ന ഡ്രസ്സാണ് ഇടുന്നത്. അപ്പം അതനുസരിച്ചുള്ള മേക്കപ്പ് ആകാമെന്നാണ് കരുതുന്നത്. നെക്സ്റ്റ് നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഞാൻ ഈ സ്റ്റാൻഡ് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇതുവരെ ഞാൻ കുനിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നതാണ്. ഞാൻ പറയുന്ന കേൾക്കുമെന്ന് അറിയത്തില്ല. മഴ പെയ്യുന്നുണ്ട്, നല്ല മഴയുണ്ട് ബാക്കിൽ. ബാക്ക് ക്യാം എടുക്കാൻ പറ്റില്ല. അപ്പം നെക്സ്റ്റ് എൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഇതിൻ്റെ അകത്ത് എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം കൂടെ ഞാൻ പറക്കി വെച്ചുകൊണ്ട് വന്നതാണുണ്ടോ. ഇതിനകത്ത് കുറേ ഉണ്ട്, കണ്ടോ, പൊട്ടും എല്ലാം കൂടെ ഞാൻ വാരി വെച്ചുകൊണ്ട് വന്നതാണ്. ഇതിൻ്റെ അകത്ത് നിറയെ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ. പല പല ബ്രാൻഡുകളുടെ ഐറ്റംസൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. 3 കാജലുണ്ട്. ഇതിനകത്ത് ഏതാണ് നല്ല കാജൽ? മൈഗ്ലാം എടുക്കാം. മൈഗ്ലാം നല്ല കാജലാണ്. വരച്ചിട്ട് ഇതാവുന്നില്ലെന്നോ. ഇത് റെവലോണിൻ്റെ ആണ്. ഓ, മൈഗ്ലാമിനെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ബെറ്റർ. എൻ്റെ കണ്ണിൻ്റെ പുകച്ചിലൊക്കെ മാറി കേട്ടോ. ഇത്തിരി കട്ടിക്ക് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാശി എണീറ്റോ? ചേച്ചി കാശി എണീറ്റോ? അടിപൊളി, നല്ല ഉറക്കമായിരുന്നു. എന്ത് വെച്ചെന്തോ. നമുക്ക് കരി എഴുതി കൊടുക്കുക. കരിയല്ല, ഐലൈനർ എഴുതി കൊടുക്കുക. എനിക്ക് ക്യാമറയിൽ നോക്കിയിട്ട് എഴുതാൻ അത്ര വശമില്ല. അത്ര വശമില്ലെന്നല്ല, എനിക്ക് അറിയത്തില്ല ക്യാമറയിൽ നോക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഇത് ഏതിൻ്റെ ആയിരുന്നു?
എലൈറ്റിൻ്റെ ആണ് കേട്ടോ, ഐലൈനറാണ്. ഇത് വാട്ടർ പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു നോർമൽ ഐലൈനറാണ് കേട്ടോ. ഫ്രണ്ടിലേക്കൊരു കുട്ടി വാലും കൂടി ഇട്ട് കൊടുക്കണം, താഴത്തും കൂടെ എഴുതി കൊടുക്കണം, എങ്കിൽ ആ ഒരു കളർ ഡാർക്കായിട്ട് എനിക്ക് കിട്ടുള്ളൂ. നമ്മുടെ ഫങ്ഷൻ വരുന്നത് ഈവനിങ് ആണേ, 6 മണിക്കാണ് ഫങ്ഷൻ. 6 എന്നുള്ളത് 7 മണി 8 മണിയൊക്കെ ആകും. എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ കാജൽ എഴുതണമെന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ നോക്കിയാലേ കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ, എഴുതാൻ അറിയുള്ളൂ. താഴത്ത് കുറച്ചും കൂടി ഇതായിട്ട് എഴുതണം. ഞാൻ ഒന്ന് കണ്ണാടി നോക്കി എഴുതിയിട്ട് വരാം. അല്ലേ വേണ്ട, കാശ് എണീറ്റിരിക്കുക, ഞാൻ പിന്നെ എഴുതിക്കൊള്ളാം. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കാജലാണ് കേട്ടോ. പിന്നെ മറ്റേത് കൈ കിട്ടിയപ്പോൾ ഞാൻ അതെടുത്തങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. കണ്ണൊന്നും കൂടി ശരിയാക്കണം, അത് ഞാൻ കണ്ണാടിയിൽ നോക്കിയാൽ എഴുതിക്കൊള്ളാമേ. പിന്നെ ലിപ് ലൈനർ, ഇത് റെഡ് കളറാണ്, നമ്മുടെ സ്വീസ് ബ്യൂട്ടീൻ്റെ ആണ് കേട്ടോ. ലിപ് ലൈനർ എഴുതിയിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലിപ്പിനൊരു ഫിനിഷിങ്ങും ഉണ്ടാവും, അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യും ലിപ്സ്റ്റിക്ക്. ഈ ഒരു ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പുറത്ത് ഇനി ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ പോവാം. പിന്നെ ഞാൻ ഒരാഡംബരത്തിന് ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുക്കും. ഇത് മൈഗ്ലാമിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ഒരു മറൂൺ കളറാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മെഡ്ലൈൻ്റെ ലിപ്സ്റ്റിക്ക്, അതൊരു ന്യൂഡ് ഷെയ്ഡാണ്. കൊള്ളത്തില്ല. ഓക്കെ, കുറച്ചധികമായി പോയോ? കുഴപ്പമില്ല, ഫങ്ഷന് പോവല്ലേ. ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് തോന്നുന്നു എനിക്ക്. ഇനി നമുക്ക് മസ്കാര ഞാൻ കണ്ണ് എഴുതിയിട്ട് വന്നിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ ഡ്രസ്സും കൂടെ ചെയ്തിട്ട് ഇതാ വരണം, എന്നിട്ട് കണ്ണും കൂടെ എഴുതിയിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇത് ഫുള്ള് ഞാൻ വേറെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇതിട്ടപ്പോൾ എനിക്ക് പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ വയ്യുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ അറിയാൻ വയ്യ. ഞാൻ കണ്ണ് വൃത്തിയായിട്ട് ഒന്നും കൂടെ നേരെ ചൊവ്വ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് പൊട്ടിട്ട് കൊടുക്കാം.
കൂട്ടത്തിൽ ഇച്ചിരി വലിയ പൊട്ട് വെച്ച് കൊടുക്കാം. കണ്ണ് എഴുതിയത് ശരിയായോ എന്തോ. പ്രത്യേകിച്ച് ഇനിയിപ്പം മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണ് എഴുതിയപ്പോൾ തന്നെ വലിയ കണ്ണ് കണക്ക്. അയ്യോ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. വലിയ കണ്ണ് കണക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒടത്തിൽ മസ്കാരങ്ങൾ ഇട്ട് കൊടുത്താൽ പൂർത്തിയായി. കാശി ഉറക്കം എണീറ്റായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഞാൻ അകത്തോട്ട് ചെന്നപ്പോഴത്തേന് ഭയങ്കര വാശിയായി. എന്നെ കുളിക്കാൻ കൊണ്ടിരുത്തി. ഓക്കെ, സെറ്റ്. സിന്ദൂരം ഞാൻ നേരത്തെ പുറത്ത് പോയപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിത് പോരല്ലോ. കട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. വള മാറ്റി കൊടുക്കുക. അതൊക്കെ ഞാൻ ആക്സസറീസൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ലിപ്സ്റ്റിക് ഇട്ട് മുടി കെട്ടി ഇതാട്ടോ. ഫുള്ള് കാണാൻ പറ്റുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഞാൻ ചേച്ചിനെ കൂടിയിട്ട് വേറെ വീഡിയോ എടുപ്പിച്ചിട്ട് കാണിച്ചു തരാമേ. ഈ ഒരു കമ്മലായിട്ട് കൊടുക്കുന്നത്. വാച്ച് ഇത് തന്നെ ഇടാന്ന് വെച്ചു. ഒറ്റ കയ്യിൽ വാച്ചും ഒരു കയ്യിൽ വളയും ഇടാം. മാലയൊന്നും ഇടുന്നില്ല. എല്ലാം കൂടെ കഴിഞ്ഞാൽ ഭയങ്കര ആർഭാടമായിപ്പോൾ. ഇതിന് ദുപ്പട്ടയുണ്ട് കേട്ടോ. സ്ലീവ്ലെസ് ആണെന്നേ ഉള്ളൂ. സ്ലീവ്ലെസ് എല്ലാവർക്കും കംഫർട്ട് ആയിരിക്കില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ഓക്കെയാണ്, എനിക്കിഷ്ടമാണ്. സോ അതുകൊണ്ട് ഇട്ടിട്ടാണ്. ഇച്ചിരി പൂ കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ഇനി ഞാൻ ഫുള്ള് ഒരുങ്ങി എന്താ വേറെ വളയെല്ലാം ഇട്ടിട്ട് വന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പം ചെല്ലട്ടെ, പെട്ടെന്ന് ഒരുങ്ങട്ടെ. പോട്ടെ. ഇതാരെൻ്റെ ഹീറോ? നിന്റെ ഹീറോ ആണോ? കേട്ടാ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. എന്നെ ഫുള്ള് കിട്ടുന്നുണ്ടോ? HD വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആരോടും സംസാരിക്കും.